കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് മാമൂട് സ്ഥിതി ചെയ്യുന്ന ആയുർധാം വൈദ്യമഠം എന്ന സ്ഥാപനം വേദനകൾക്ക് വളരെ ഉത്തമമായ ആയുർധാം വേദനാഹാരി എന്നൊരു തൈലം തയ്യാറാക്കി ഇവിടെ വരുന്ന വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് വരുന്നവർക്ക് മർമ്മ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ലേപനം ചെയ്യാൻ വേണ്ടി നൽകാറുണ്ട്. ഇവിടെ കൃത്യമായി വളരെ ശ്രേഷ്ഠമായ ഔഷധങ്ങൾ കൊണ്ട് ആയുർധാം വൈദ്യമഠത്തിൽ തന്നെ തയ്യാറാക്കുന്ന ഡോക്ടറുടെ മേൽനോട്ടത്തിൽ തന്നെ തയ്യാറാക്കപ്പെടുന്ന എണ്ണയാണ് ആയുർധാം വേദനാഹാരി. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചും അതിൽ ചേരുന്ന ഔഷധങ്ങളെക്കുറിച്ചും വേദനകൾക്കുള്ള മർമ്മ ചികിത്സകളെക്കുറിച്ചും അത് നമ്മളോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് ആയുർധാമിലെ ഡോക്ടർ അനീഷ മുരളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഡോക്ടറോട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഡോക്ടറെ നമസ്കാരം. ഡോക്ടറെ, ഈ മർമ്മ ചികിത്സ വേദനകൾക്ക് എത്ര കണ്ട് ഫലപ്രദമാണ്? എങ്ങനെയാണ് ആയുർധാം ഈ മർമ്മ ചികിത്സ ആ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ടൊന്ന് സൂചിപ്പിക്കുക. വളരെയധികം ആളുകൾ ഇവിടെ വേദന കൊണ്ട് ബുദ്ധിമുട്ടി വരാറുണ്ട്. പലർക്കും സന്ധികൾക്കുണ്ടാകുന്ന വേദനകളും അതുപോലെ മറിഞ്ഞു വീണിട്ട് ചതവ്, അങ്ങനെ ഉളുക്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള വേദനകൾ കൊണ്ടാണ് വരാറുള്ളത്. ഏകദേശം ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അവർക്ക് നല്ല വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മിക്കവർക്കും 1-2 മണിക്കൂറത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ നല്ല വ്യത്യാസം കാണാറുണ്ട്. ഇവിടെ വരുന്ന അവസ്ഥയിൽ നിന്ന് നല്ല വ്യത്യാസത്തിലാണ് അവർ ഇവിടുന്ന് പോകാറുള്ളത്. ഡോക്ടറെ, ഈ വാദസംബന്ധമായിട്ടുള്ള കാര്യത്തിനും ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, ഈ എണ്ണ ഉപയോഗിക്കുവാൻ സാധിക്കുമോ? വാദസംബന്ധമായുള്ള കാര്യത്തിനും നല്ല രീതിയിൽ ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. നല്ല വ്യത്യാസം അതിനും വരുന്നുണ്ട്. നീർക്കെട്ടും ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഈ നടുവേദന, അതാണൊക്കെ തന്നെ ബഡ്ജിങ് തുടങ്ങിയിട്ടുള്ള കാര്യത്തിനും മർമ്മ ചികിത്സ എത്ര കണ്ട് ഫലപ്രദമാണ്? നടുവേദനയ്ക്കും നമ്മുടെ ഡിസ്ക് ബൾജിങ്ങിനും ഒക്കെ മർമ്മ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നുമുണ്ട്. 1 മണിക്കൂറത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അവർക്ക് നടുവിൻ്റെ വേദന ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല വ്യത്യാസം വരാറുമുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ആണോ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ 1 മണിക്കൂർ അത് തുടർന്ന് ചെയ്ത് അങ്ങനെ വളരെ നല്ല മാറ്റം, റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ട്, കിട്ടുന്നുണ്ട്. ഈ 1 മണിക്കൂറിലെ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവരോട് വളരെ പഴകിയ വേദനകൾക്കും മാറ്റം വരുന്നുണ്ട്. പഴകിയ വേദനകൾക്കും മാറ്റം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ തോൾ സംബന്ധമായ വേദനകൾ ഉണ്ട്. ഈ സയാട്രിക്ക പെയിൻ പോലെയുള്ള കാലുകൾക്കുണ്ടാകുന്ന വേദനകൾ, അങ്ങനെയുള്ള വേദനകൾക്കും മാറ്റം വരുന്നുണ്ട്. നമ്മൾ പറയുന്ന എക്സസൈസും അതോടുകൂടി നമ്മൾ പറയുന്ന ചില ട്രീറ്റ്മെൻറ്റുകളുണ്ട്, അതും കൂടി ചെയ്യാനും പറയാറുണ്ട്. നമ്മുടെ ഈ വീഴ്ചകളിൽ ഉണ്ടാകുന്ന ചതവുകൾക്കും മർമ്മ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാണോ? അതെ, ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാണ്. അങ്ങനെയുള്ള ആൾക്കാരാണോ വളരെ കൂടുതലായിട്ട് ഇവിടെ വരുന്നത്? അതെ, അങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത്. നമ്മുടെ നടുവേദനയായിട്ട് ബന്ധപ്പെട്ടിട്ടും അതേപോലെ സന്ധിവേദനകളും വീഴ്ച കൊണ്ടുണ്ടാകുന്ന വേദനകളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഡോക്ടറെ, ഇതിനു വേണ്ടി തയ്യാറാക്കുന്ന വേദനാഹാരി എന്ന് പറയുന്ന എണ്ണ, അത് എന്തൊക്കെ ഔഷധങ്ങൾ ചേർന്നുള്ളതാണ് എന്നറിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ വിശ്വാസ്യതയോടെ അതിനകത്ത് ചേരുന്ന ചേരുവകൾ കൂടി അറിയുമ്പോഴാണ് കുറേ കൂടി അത് ഉപയോഗിക്കാനുമുള്ള താല്പര്യം, അത് കണക്ക് തന്നെ അത് വേദനകൾക്ക് എത്ര കണ്ട് ഫലപ്രദമാകുന്ന ഔഷധമാണ് എന്നുള്ള ബോധം കൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്തൊക്കെ ഔഷധങ്ങളാണ് ഇപ്പോൾ കുറേയധികം ഇലകൾ ഇവിടെ നിരത്തി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി തരത്തിലുള്ള ആയുർവേദ മരുന്നുകളും ഇവിടെ ഈ സമയത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഔഷധങ്ങളെല്ലാം ഈ എണ്ണയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? അതെ, ഈ ഔഷധങ്ങളെല്ലാം നമ്മുടെ വേദനഹാരി എണ്ണയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏകദേശം 10 കൂട്ടത്തോളം നമ്മുടെ പച്ചില മരുന്നുകളുണ്ട്, 20 കൂട്ടത്തോളം അങ്ങാടി മരുന്നുകൾ ചേർക്കുന്നു. പച്ചില മരുന്നുകളായിട്ട് തന്നെ 10 കൂട്ടം മരുന്നുകൾ ഇതിൽ ചേരുന്നുണ്ട്. എല്ലാം വേദനകൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. വാതരോഗങ്ങൾക്കും ശരീരവേദനകൾക്കും നാഡീ സംബന്ധമായിട്ടുള്ള കാര്യത്തിനും വേണ്ടി പണ്ട് കാലം മുതലേ ഉപയോഗിച്ചു വരുന്ന ഔഷധങ്ങൾ തന്നെയാണ്. അതുപോലെ 4 തരം എണ്ണകളും ചേർക്കുന്നുണ്ട്. 4 തരം എണ്ണകൾ, അത് ഏതൊക്കെയാണ് ഈ 4 തരം എണ്ണകൾ? നമ്മുടെ കടുകെണ്ണ, ആവണക്കെണ്ണ, വേപ്പെണ്ണ, എള്ളെണ്ണ. എള്ളെണ്ണ ചേരുന്നുണ്ട്, കടുകെണ്ണ ചേരുന്നുണ്ട്, വേപ്പെണ്ണ, ആവണക്കെണ്ണ. അപ്പോൾ 4 കൂട്ടം എണ്ണകൾ ചേർന്നിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതിനാണ് ഈ പച്ചില മരുന്നുകൾ 10 കൂട്ടം പച്ചില മരുന്നുകൾ ചേർക്കുന്നത് അല്ലേ? അതിലേതൊക്കെയാണ് ഈ പച്ചില മരുന്നുകൾ പ്രധാനപ്പെട്ടതെന്നുള്ള ഒന്ന് പറഞ്ഞാൽ? നമ്മുടെ ആവണക്കിൻ്റെ ഇല, വെറ്റില, പിന്നെ അതുപോലെ ചങ്ങലം വരണ്ട, വേദനയ്ക്കും വാദസംബന്ധമായ ഈ ഒടുവിനൊക്കെ ഉപയോഗിക്കുന്ന അതുപോലെ പുളിയില, ഉമ്മത്തിൻ്റെ ഇല, പിന്നെ മുരിങ്ങയിലുണ്ട്, കരുനെച്ചി. ഈ നെച്ചിയില അല്ലാതെ തന്നെ വേദനയ്ക്കൊക്കെ കിഴികെട്ടിയൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ. അത് കൂടാതെ അതിനകത്ത് നടുക്കൊരു അല്ലാതൊരു സാധനം ഇരിക്കുന്നുണ്ടല്ലോ, അത് ഇന്ദുപ്പും ശരീരവേദനക്ക് ഉപ്പും വളരെ നല്ലതാണ്. അത് ഇന്ദുപ്പ് അല്ല, സാധാ ഉപ്പ് അല്ല, ഇന്ദുപ്പാണ്. പിന്നീട് ഇരിക്കുന്ന മറ്റ് ഔഷധങ്ങളെ കുറിച്ചിട്ടൊന്ന് സൂചിപ്പിച്ചാൽ.
ഓരോരോ ഔഷധങ്ങളെക്കുറിച്ചൊന്ന് ഡോക്ടർ ഒന്ന് സൂചിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും. ഇത് ഞെരിഞ്ഞിലാണ്. ഇത് ഗ്രാമ്പു, ജാതിക്ക, കറുകപ്പട്ട, ചുക്ക്, അതുപോലെ നമ്മുടെ കുറുന്തോട്ടിയുടെ വേര്. കുറുന്തോട്ടി വാദത്തിന് ഉത്തമമാണ്. തിപ്പലിയുണ്ട്. തിപ്പലി ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ ശ്വാസം മുട്ട് അങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിക്കുന്നതല്ലേ? നീർക്കെട്ടിന് വളരെ നല്ലതാണ്. അത് ശരി. അത് പുതിയൊരു അറിവാണ്. വേറെ കരിഞ്ജീരകം, അയമോദകം, പച്ചക്കർപ്പൂരം, ദശമൂല ചൂർണം, ഇത്രയും സാധനങ്ങൾ കൂടി ഈ എണ്ണയിൽ ചേരുന്നുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞ പ്രകാരം 10 കൂട്ടം പച്ചില മരുന്നുകൾ, 20 കൂട്ടം ആയുർവേദ ഔഷധങ്ങൾ, അപ്പം മൊത്തത്തിൽ 30 കൂട്ടം ഔഷധങ്ങൾ ഇതിനകത്ത് ചേരുന്നുണ്ട്. പിന്നെ 4 കൂട്ടം എണ്ണകൾ. ഇത് ഏകദേശം ഇത് പാകം ചെയ്തെടുക്കാൻ എത്രത്തോളം സമയം എടുക്കും? അതിനൊരു എണ്ണ പാകം എന്നൊക്കെ പറയാറില്ല, അങ്ങനെ 9 മണിക്കൂറോളം കൃത്യമായി പാകം ചെയ്ത് ആണ് ഇത് എടുക്കുന്നത്. ഇതിൽ ഈ എണ്ണ വളരെ വേദനകൾക്ക് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന, എല്ലാവിധ ശരീരവേദനകൾക്കും വളരെ കൃത്യമായിട്ടാണ് മർമ്മ ചികിത്സയോടൊപ്പം ഈ എണ്ണ ഉപയോഗിക്കുന്നത്. 100% റിസൾട്ട് ഉള്ളതാണ്. ഈ എണ്ണയെക്കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഡോക്ടർക്ക് സൂചിപ്പിക്കാൻ, ഈ എണ്ണയുടെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ, എണ്ണ ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിച്ച് എത്ര സമയം കഴിഞ്ഞ് കഴുകി കളയാം, അല്ലെങ്കിൽ ചൂട് കൊടുക്കേണ്ടതുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ? എണ്ണ ഉപയോഗിച്ച് ഒരു 1.5 മണിക്കൂറെങ്കിലും എണ്ണ തേച്ചിടുന്നതാണ് നല്ലത്. ഈ എണ്ണ അത്രയും സമയം നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് ഉള്ളിലേക്ക് വലിഞ്ഞ് കയറാനുള്ള ഒരു സമയം കൊടുക്കുക. ഒരു 1.5 മണിക്കൂർ വേണം. അതിനുശേഷം കരിനൊച്ചി ഇലയോ അല്ലെങ്കിൽ നമ്മുടെ പച്ചിലയോ എരിക്കിൻ്റെ ഇലയോ ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് മുക്കി പിടിക്കുകയോ അതിൽ കഴുകി കളയോ ചെയ്താൽ ഉത്തമമാണ്. അങ്ങനെ കഴുകി കളയാം. ചൂടുവെള്ളം വേണം എന്നുള്ളത് കുറച്ചുകൂടി നല്ല റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ എണ്ണ ഇവിടെ നിന്ന് നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് ഇവിടെ വന്ന് വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോ? അതല്ലാതെ പോസ്റ്റലിലും കൊറിയറിലും ഒക്കെ ഈ എണ്ണ ലഭിക്കുന്നുണ്ട്, വാങ്ങുന്നവർക്കും ഇത് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇവിടെ വരികയാണെങ്കിൽ മർമ്മ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം. അല്ലാതുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റിനോടൊപ്പം അവർക്ക് പലതരത്തിലുള്ള വേദനകൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായി തന്നെ വാങ്ങി തടവി ഉപയോഗിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ ഉപയോഗിക്കുക പാടില്ല, അങ്ങനെ വല്ല ദോഷം ഒന്നുമില്ല. അപ്പോൾ പരിപൂർണമായിട്ടും സ്കിന്നിനും ഒക്കെ വളരെ നല്ല ഔഷധങ്ങളാണെന്ന് തോന്നുന്നല്ലോ. നമ്മളെ പനിക്കൂർക്കയും അതുപോലെ തന്നെ വെള്ളാങ്കണ്ണി ഇതൊക്കെ ഇരിക്കുന്നത് വളരെ ഔഷധങ്ങൾ, വളരെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്, സ്കിന്നിനും ഒക്കെ നല്ല ഇതാണ്. അപ്പം മറ്റു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകില്ല. ഇതുവരെ ഉപയോഗിച്ചതിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ഡോക്ടർ തന്നെയാണോ ഇത് തയ്യാറാക്കുന്നത്? നേരിട്ട് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഓരോ ഔഷധങ്ങളും കൃത്യമായി ചേർത്ത് തയ്യാറാക്കുന്നത് അല്ലേ? അതിൽ ഈ കറുവപ്പട്ടയ അതുപോലെ തന്നെ ജാതിക്ക ഇതൊക്കെ വളരെ വില കൂടിയ സാധനങ്ങളാണല്ലോ. ഇതുമൊക്കെ ഇതിൽ ചേർക്കുന്നത് തന്നെയാണോ? എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത് ഒന്നുകൂടെ എടുത്ത്. അതിൽ തന്നെ വിശിഷ്യാവുള്ളതല്ലേ ഈ ദശമൂല ചൂർണം എന്ന് പറയുമ്പോൾ 10 ഐറ്റംസ് അല്ലേ? 10 തരം ഔഷധങ്ങൾ കൂടി ചേർന്ന് വരുന്നതാണ്. അവയും കൂടെ ചേർന്ന് വരുന്നത് കൊണ്ട് അത്രയധികം റിസൾട്ടായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഡോക്ടറെ വളരെ സന്തോഷം, വളരെ നന്ദി. ഇത് പലർക്കും അത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഈ ഒരു എണ്ണയുടെ ഉപയോഗം ഇന്ന് ഒരുപാട് പേര് പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നമസ്കാരം.